ഇതിവിടെ പറയുകയാണ്, ദൈവമേ നിന്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ. രാജാവിൻ്റെ അഭിഷേകം വീഴുന്നവനാണ് ഞാൻ, രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ് ഞാൻ. അതിലൊന്നും എന്നെ രക്ഷിക്കേണ്ട, ആ പദവിയിൽ എന്നെ രക്ഷിക്കേണ്ട, ആ ആല്യാസ്തോത്രം ചെയ്യുന്നു ആ മഹത്വത്തിൽ എന്നെ രക്ഷിക്കേണ്ട, ആ വിധമായിരിക്കുന്ന ഏതൊരു ശ്രേഷ്ഠതയിലും എന്നെ രക്ഷിക്കേണ്ട. പിന്നെ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണം, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം മക്കളെ, കുറേ നാമങ്ങളുണ്ട്, കുറേ വിശേഷങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ജ്ഞാനി, ഒരു ജ്ഞാനിയായ മനുഷ്യൻ ആക്കുപകാരമായി തീരുന്നതിനാണ് പ്രവർത്തിക്കുന്നത്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ആക്കുപകാരമാകുന്നതിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചെയ്യുന്ന സമയമില്ല, ചോദ്യോത്തരമായിട്ട് കളിക്കുക. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞ് മുമ്പോട്ട് പോകാം. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനി തനിക്ക് തന്നെ ഉപകാരിയായി മാറും. അവൻ്റെ ജ്ഞാനം തനിക്ക് തന്നെ, തൻ്റെ ജ്ഞാനത്താൽ തനിക്ക് ഉപകാരമായി എന്ത് ചെയ്യണം? അപ്പം എന്നെ അങ്ങയുടെ ഒരു മനുഷ്യൻ്റെ ജ്ഞാനത്താൽ രക്ഷിച്ചാൽ അവൻ പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കും എന്നെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിയുടെ ജ്ഞാനത്താൽ എന്നെ എന്ത് ചെയ്യണ്ട? രക്ഷിക്കണ്ട. ഈ ലോകത്തിലെ ഒരു പദവികളും എന്നെ രക്ഷിക്കേണ്ട. കാര്യം ലോകത്തിന് ആല്യാസ്തോത്രം ചെയ്യുന്നു ഉപകാരമായി ചെയ്യുന്ന ഒറ്റ തൊഴിലേ ഉള്ളൂ. അത് ഡോക്ടറല്ല, അത് രാജാവല്ല, അത് ആല്യാസ്തോത്രം ചെയ്യുന്നു, അത് ഈ ലോകത്തിലെ ഒരു തൊഴിലുകളുമല്ല. അതിനെഴുതിയിരിക്കുന്ന കൃഷിതൽപരനായ രാജാവ് ദേശത്തിന് ഉപകാരിയായി മാറും എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പം മറ്റ് തൊഴിലുകൾ ഒന്ന് ചെയ്യുന്നവരും എന്നെ എന്ത് ചെയ്യണ്ട? നീ മറ്റുള്ളവർക്ക് ഉപകാരിയായി തീരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ നാമത്തിൽ, ശരിക്കും കൃഷി ചെയ്യുന്നവരുടെ വീട്ടിലൊരു അധപ്പതനമുണ്ടായാൽ യെശയ്യാവ് പറയുന്നത് അവർ രാജ്യത്തിൻ്റെ തൂണുകളാണ്, ദേശം ദുഃഖിക്കും. എന്തു ചെയ്യും? യെശയ്യാവ് 10-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നത്, ദേശത്തിൻ്റെ തൂണുകളായ കൃഷിക്കാർ ദുഃഖിക്കുന്നു, മഴയില്ലാത്തത് കൊണ്ട് അവർ ക്ഷീണിക്കുന്നു. അപ്പം രാജ്യത്തിൻ്റെ തൂണെന്ന് പറയുന്നത് ആരാണ്? കൃഷിക്കാരാണ്. വേറെ ഒരു, നമ്മൾ പഠിപ്പിച്ച് നമ്മളെ മക്കളെല്ലാം വലിയതാക്കുമ്പോഴും 10 മൂട് വാഴ നടാൻ പഠിപ്പിക്കണം, 2 ആകുമ്പോൾ മരിച്ചിന് നടാൻ പഠിപ്പിക്കണം, ഒരു തെങ്ങിൻ്റെ മൂട് വെട്ടാനൊക്കെ എന്ത് ചെയ്യണം? കാരണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട തൊഴിലതാ, മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന തൊഴിലതാ. ബാക്കിയെല്ലാം അവരവർക്ക് വേണ്ടിയുള്ള തൊഴിലുകൾ. അപ്പം ദാവീദ് വീണ്ടും പറയുകയാണ്, ഞാനിപ്പോൾ ന്യായവിസ്താരത്തിൽ വന്നിരിക്കുന്നു, ഞാനിപ്പോൾ ഈ ഒളിസങ്കേതത്തിൽ കിടക്കേണ്ടി വരുന്നു, ഞാനിപ്പോൾ പലരെയും ഭയപ്പെടുന്നു. എന്തിനാ ഭയപ്പെടുന്നത്? എവിടെയെങ്കിലും ന്യായവിസ്താരത്തിൽ വരുന്നത് ആരാണ്? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ബലഹീനനായ ഒരു മനുഷ്യന് സഹായം ചെയ്യുന്നവൻ ന്യായവിസ്താരത്തിൽ വരും. അല്ലാത്തവൻ ഒരിക്കലും എവിടെ വരില്ല. അതാ പ്രവൃത്തിയുടെ പുസ്തകം 4:9 അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. ഈ ബലഹീന മനുഷ്യന് വന്ന സൗഖ്യം നിമിത്തം ഞാൻ ന്യായവിസ്താരത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നു.
അപ്പൊ ന്യായവിസ്താരത്തിൽ വരണമെങ്കിലും നമ്മൾ പണക്കാരന് സഹായം ചെയ്യുമ്പോഴല്ല, പണക്കാരൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴല്ല, പണക്കാരൻ്റെ സൗഖ്യം അന്വേഷിച്ച് പോകുമ്പോഴല്ല, ഹല്ലേലൂയ സ്തോത്രം, ദരിദ്രൻ്റെ സൗഖ്യം അന്വേഷിച്ച് പോകുമ്പോൾ അവിടെയാ ന്യായവിസ്താരത്തിലേക്ക് വരുന്നത്. അപ്പം ദാവീദ് ഇവിടെ ഈ അവസ്ഥയിൽ വന്നതിന് കാരണം എന്താണ്? നമുക്കറിയാം, ദാവീദിൻ്റെ മുതുമുറ്റത്ത് എന്ന് പറയുന്നത് വീണ്ടെടുപ്പുകാരൻ്റെ ലിസ്റ്റിലുള്ളവനാ. ആര്? ബോബസ് അല്ലേ? വീണ്ടെടുപ്പുകാരന്. അപ്പൊ പണം കൊണ്ട് അവൻ ഒരിക്കലും പുറകോട്ട് വരില്ല. അവൻ ഒരു പദവി ഏറ്റെടുത്തു. ഇതാണ് അവനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? കാട്ടിൽ കിടക്കേണ്ട കാര്യം എന്താ? ദാവീദ് ഏറ്റെടുത്ത പദവി എന്തിന് ചെറുകഥയെ പറയണത്? ദാവീദ് ഏറ്റെടുത്ത പദവി എന്തായിരുന്നു? രാജ്യപദവിയാണോ? അഭിഷിക്തൻ എന്ന പദവിയാണോ? ദാവീദ് ഏറ്റെടുത്ത പദവി എന്ന് പറയുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, ശൂരനായിരുന്നു യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്യുക. എന്താണ്? ശൂരനായിരുന്ന യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്യുക. ഇതാണ് അവന് കിട്ടിയ അത്യത്തെ പദവി. ഈ പദവി ഏറ്റെടുത്ത ദാവീദ് കൊട്ടാരത്തിൽ വന്നു. അപ്പൊ നമുക്ക് കൊട്ടാരത്തിൽ ഒരു സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ചില പദവികൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. പലരും ജനത്തെ നടത്തി. അവര് യെശയ്യാവ് പറയുന്നത് ജനത്തെ നടത്തുന്നവർ അല്ലെ? യെശയ്യാ പ്രവചനം 3:12 വായിക്കുമ്പോൾ, നടത്തുന്നവർ ഇവരെ തെറ്റിച്ചു കളയുന്നു. അതേ വാക്ക് തന്നെ യെശയ്യാവ് 9:16 വാക്യത്തിലും എഴുതിയിട്ടുണ്ട്, നടത്തുന്നവർ ഇവരെ തെറ്റിച്ചു കളയുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ജനത്തെ നടത്താൻ ആരെ ഏൽപ്പിച്ചു? ആരോ എന്തോ പറഞ്ഞു. പുതിയ നിയമത്തിൽ ദൈവജനത്തെ നടത്താൻ ആരെ ഏൽപ്പിച്ചു? അവർ എന്താകും? പഴയ നിയമത്തിൽ നടത്തിയവരെല്ലാം ജനത്തെ ചെയ്തു. യെശയ്യാവിനെ ശുദ്ധീകരിച്ച യെശയ്യാവ്, ഹല്ലേലൂയ സ്തോത്രം, കൂടുതൽ പ്രവചിച്ചത് കുഷ്ഠരോഗിയായ രാജാവിന് വേണ്ടി. കാര്യം എന്താണ്? രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവചിക്കാൻ വയ്യാനുള്ള സുഖസൗകര്യങ്ങൾ ഭയങ്കരമാണ്. അപ്പം ചിലരെല്ലാം നടത്തുന്നവർ തെറ്റിക്കപ്പെടുമ്പോൾ, തെറ്റിപ്പോകുമ്പോൾ, പുതിയ നിയമത്തിൽ നടത്താൻ ദൈവം ഉപയോഗിച്ച ഒറ്റ വ്യക്തിയുള്ള ആത്മാവ്. റോമാലേഖനം 8:14 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവമക്കൾ. ദൈവാത്മാവ് നടത്താത്തവരെല്ലാം ഒന്നും ദൈവമക്കളല്ല. മനസ്സിലായ? ദൈവാത്മാവ് നമ്മളെ നടത്തണം, അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റും. നമ്മുടെ മുമ്പേ നിന്ന് നടത്തുന്നവർ പലതും പല ഉദ്ദേശങ്ങളോടുകൂടി, പല ദൗത്യങ്ങളോടുകൂടി അവർ നടത്തും. എന്നാൽ ദൈവാത്മാവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്താക്കി തീർക്കുക? നമ്മളെല്ലാം ദൈവമക്കളാക്കി. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മളെല്ലാം ദൈവമക്കളായാൽ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാത്, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാം ഒന്നാകും.
അതാണ് ദൈവാത്മാവിൻ്റെ പ്രത്യേകത. ആ ദൈവാത്മാവ് നടത്തുന്നവരായി ദൈവമക്കൾ മാറണം. അപ്പൊ ദാവീദിന് ദൈവാത്മാവുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യാനായിട്ട് വന്നപ്പോൾ തനിക്ക് പ്രതികൂലവും വന്നു. ശരിക്കും പ്രിയ ദൈവമക്കളെ, പ്രതികൂലം ബാധിക്കുന്നത് ആരെയെന്നറിയാമോ? പിശാചുമായിട്ട് തോളോട് തോളിട്ട് കൈപിടിച്ച് പോകുന്നവർക്ക് ഒരു പ്രതികൂലം ഇല്ലെന്നേ. പൗലോസിനെ കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ രാജശ്രീ ഫെലിക്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: 12 ഗോത്രങ്ങളും തൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി ശ്രദ്ധയോടെ ആരാധിച്ചത് കൊണ്ടാണ് രാജാവേ ഞാനിപ്പോൾ ഈ വിസ്താരത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയോടെ ആരാധിച്ചില്ലെങ്കിൽ എന്തല്ല, വാഗ്ദത്തത്തിന് വേണ്ടി ജീവിച്ചില്ല എങ്കിൽ ഒരു വിസ്താരത്തിലും വരില്ല. അവരവർ ചെയ്യുന്ന ബുദ്ധികേട് കൊണ്ടുള്ള വിസ്താരത്തിലേ വരൂ. പിശാചുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ വരില്ല. മനസ്സിലായ? മറ്റത് ബുദ്ധികേടിനാൽ വരുന്ന പ്രതികൂലങ്ങൾ. ഇത് അല്ല, പ്രതികൂലം എവിടെയുണ്ടോ ദൈവത്തെ സ്വീകരിച്ച ദൈവമക്കൾ ദൈവത്തിൻ്റെ ശ്രദ്ധയോടെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ന്യായവിസ്താരത്തിൽ വരും. അത് പിശാച് കൊണ്ടുവന്നിരുന്ന തന്ത്രമാണ്. ശരിക്കും ദാവീദിനെ അണച്ചു നിർത്തേണ്ട ശൗല് തന്നെ എന്തായി? പ്രതികൂലമായി മാറി. നമ്മളെ അണച്ചു നിർത്തേണ്ട പലരും നമുക്ക് പ്രതികൂലമായി മാറുന്നതാണ് ഫസ്റ്റിൽ ചെയ്യുന്ന ജോലി. ആദ്യം ചെയ്യുന്ന, അതിനു മുമ്പേ ചെയ്യുന്നത്, നമ്മളോട് ചിലർക്ക് കണ്ണുകടി തുടങ്ങുമ്പോൾ ഓർത്തോളണം നമ്മളെ റൂട്ട് ശരിയാണെന്ന്. ഓ, നല്ല പാസ്റ്റർ പറഞ്ഞല്ലോ, ഒരു വെള്ളയും ഇട്ടോണ്ട് വന്ന ഒരു ഭയങ്കര ഭക്തര് എന്ന കണ്ണുകടി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം നമ്മൾ പോകുന്നത് ശരിയായ റൂട്ടിൽ കൂടെയാണ്. അടുത്ത് നമ്മളെ അണച്ചു നിർത്തേണ്ടവർ, നമ്മുടെ സഖമായിട്ട് നമ്മളോട് കൂടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മളോട് കാണുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ അടുത്ത ചാർച്ചക്കാർ നമുക്ക് പ്രതികൂലമായി മാറും. അപ്പോൾ വിചാരിച്ചോളണം നിന്റെ മേലെ ആത്മാവുണ്ടെന്ന്. അല്ലേ? നിന്റെ മേലെ ആത്മാവുണ്ടെന്ന് അപ്പോഴും വിചാരിച്ചോളണം. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബത്തിനകത്ത് നിനക്ക് ശത്രുത്വം വരും. ശത്രു നിന്റെ ജീവനോട് വെല്ലുവിളിക്കാൻ തുടങ്ങിയെന്ന് യോബിന് വന്ന രോഗത്തെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ വാക്കിങ്ങനെയാണ്: നിന്റെ ശരീരത്തിൽ ഒരു കടിഞ്ഞൂന് കയറിയിരിക്കുകയാണ്, അതാണ് ഈ രോഗത്തിന് കാരണം. ആ കടിഞ്ഞൂലിറങ്ങി പോകുമ്പോഴേ, അതായത് നീ മരിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഈ രോഗം വിട്ട്. അപ്പം നിങ്ങൾ 18-ാം അധ്യായം വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കടിഞ്ഞൂല് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു, ഇനി അത് പോണത് നിന്റെയും കൊണ്ട് പോവുള്ളൂ. അതാണ് വീട്ടിൽ തുടങ്ങുന്ന പ്രതികൂലം. ഒന്നുകിൽ നമ്മൾ പോകണം, അല്ലെങ്കിൽ ആ പ്രതികൂലമായിരിക്കുന്ന വ്യക്തി പോകണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പെയ്യാലേ. മനസ്സിലായേ? ഇങ്ങനെ കുറേ വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം കണ്ടുവെച്ച് നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് പ്രതികൂലം തുടങ്ങിയത് കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം.
നമ്മളെ ശരീരത്തിൽ തുടങ്ങിയതാണെങ്കിൽ വീട്ടിൽ തുടങ്ങി. അപ്പം ദാവീദ് പറയാണ്, എനിക്ക് ആരെയും വിശ്വാസമില്ല, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണം. അപ്പം ഈ നാമത്തിനുള്ള പ്രത്യേകത, പഴയ നിയമത്തിലൊരു കാര്യം, പുതിയ നിയമത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ നിന്റെ നാമത്താൽ എന്ന് പറയുന്ന വാക്ക് ആദ്യം പറയുന്നത് തന്നെ യാക്കോബ. തൻ്റെ കഷ്ടത അനുഭവിച്ച സഹോദരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് താൻ കൊണ്ടുവന്ന ആഹാരം വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ആ ആഹാരം തിന്നു തീരുന്നതിന് മുമ്പേ അപ്പുറത്തൂടെ പോയ മിദ്യാന കച്ചവടക്കാർക്ക് അവനെ 20 വെള്ളിക്കാശിന് വിറ്റിട്ട് അപ്പൻ കൊടുത്ത സ്നേഹമാകുന്ന അങ്കിയെ പിടിച്ചു പറിച്ചെടുത്ത് അതിനെ കീറിയിട്ട് മിദ്യാന കച്ചവടക്കാർക്ക് വിറ്റ് കഴിഞ്ഞ ആ യോസേപ്പ് ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. അവൻ ഓരോ പ്രതികൂലത്തിൽ ചെന്ന് വീഴുമ്പോഴും ഓരോ നമ്മ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിലരെ തിരിച്ചറിയുകയും ചെയ്തു. നമുക്ക് വരുന്ന ഓരോ പ്രതികൂലങ്ങളും ചിലത് മനസ്സിലാക്കാനും ചിലതിനെ തിരിച്ചറിയാനും ഇടയാകണം. ചിലത് മനസ്സിലാക്കണം, ചിലതിനെ തിരിച്ച് അറിയണം. അതാ ദൈവാത്മാവ് നമ്മളെ അറിയിപ്പിക്കും. അതാണ് ദൈവാത്മാവ്. അവൻ്റെ മേൽ ദൈവാത്മാവിനെ പകർന്ന് യാക്കോബ് മറ്റെല്ലാ മക്കൾക്കും അനുഗ്രഹം കൊടുത്തപ്പോൾ യാക്കോബ് യോസേപ്പിനെ അനുഗ്രഹിക്കുന്ന ഒരു പദമുണ്ട്. അവൻ യഹോവയുടെ വല്ലവന്റെ ഭുജബലത്താലും യഹോവയുടെ നാമത്താലും അവൻ ശക്തിയോടും ഉറപ്പോടും കൂടി നിന്നു. എന്തൊക്കെ അവന് കിട്ടി ആ നാമത്തിൽ നിന്ന്? ഫസ്റ്റിൽ കിട്ടിയത് ശക്തി. 49:24 വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആദ്യം ശക്തി കിട്ടി, 2 ഉറപ്പോടെ നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിനും അതാണ് സംഭവിച്ചതെന്നാണ് റോമാലേഖനം 4:20 വായിക്കുമ്പോൾ പറയുന്നത്. അവൻ വിശ്വസിച്ചപ്പോൾ അവന് ശക്തി ഉണ്ടായി. അവൻ ഉറച്ചു നിന്നപ്പോൾ അത് നീതിയായി ദൈവം കണക്കിട്ടു. ഇത് രണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിർജീവത്വമായത് പലതും ജീവൻ വെച്ചു. അപ്പോൾ പെട്ടെന്ന് ആത്മാവ് വന്നെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ശക്തിപ്പെടണം, 2 ഉറപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അത് നീതിയായി കണക്കിടണം. അപ്പോൾ എവിടെയൊക്കെ ദ്രവിച്ചു പോയ, എവിടെയൊക്കെ നിർജീവത്വം വന്ന കാര്യങ്ങൾക്ക് ആത്മീയതയിൽ നിർജീവത്വം വന്നിട്ടുണ്ടെങ്കിൽ, ഭൗതിക നന്മയിൽ നിർജീവത്വം വന്നിട്ടുണ്ടെങ്കിൽ, ശരീരത്തിനകത്ത് നിർജീവത്വം വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ജീവൻ വയ്ക്കും. അവിടെ പ്രായമില്ല. ഉണ്ടോ? 100 വയസ്സായപ്പോഴാണ് അബ്രഹാമിന് എന്ത് ചെയ്തത് ഇതെല്ലാം സംഭവിച്ചത്. നമുക്ക് ആ വയസ്സുള്ള ഒരു വ്യക്തികളും ഇവിടെ ഉണ്ടോ? നിർജീവത്വം വരണം, നീതിയായി കണക്കിടണം. ദൈവം നീതിയായി കണക്കിടുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ വെളിപ്പെടുമ്പോൾ എവിടെയൊക്കെ നിർജീവത്വം വന്നുവോ അതെല്ലാം ജീവൻ വയ്ക്കും. അതെല്ലാം ജീവൻ വയ്ക്കും. 2 പുതിയ നിയമത്തില് ചിലരുടെ ഭയം കേട്ട് ചിലരെ ഭയന്ന് അവരിരുന്നു.
പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം ഒന്ന് വായന. സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. അപ്പോ യേശുവിന്റെ നാമത്തിൽ എന്ത് സംഭവിക്കും? അടയാളം നടക്കും, അത്ഭുതം നടക്കും. അടുത്ത് അതെന്താണ്? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ, എങ്ങനെയെങ്കിലും അല്ല. എങ്ങനെ പ്രസംഗിക്കാൻ? പൂർണ്ണ ധൈര്യത്തോടെ